ഇമാം ഒരു വാക്ക് പറയാമെന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ വിഷയമാണ്. അതിന് ലക്ഷക്കണക്കിന് രേഖകൾ പരിശോധിച്ചാണ് അവർ സംസാരിക്കുക. അവരെ പറ്റി പറയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഷാഫി ഇമാം 21-നാണെന്നും 23-നാണെന്നും രണ്ട് റിപ്പോർട്ടുകൾ ഇമാമിന് ഷാഫി തങ്ങളെ തൊട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ അഭിപ്രായം പറഞ്ഞതും ഇമാമിങ്ങൾ പലരും പറഞ്ഞതായ രാത്രിയാണ് ഇന്ന്. ഇന്നിപ്പോൾ എന്താ കാട്ട്? ലൈലത്തുൽ ഖദ്ർ ആയാൽ ലൈലത്തുൽ ഖദ്ർ ആയാൽ എന്താ ചെയ്യേണ്ടത്? ഞാനിന്ന് ലൈലത്തുൽ ഖദ്റും അല്ലാത്ത രാത്രികളിലുള്ള അമലുകളൊക്കെ ചോദിച്ച് പഠിച്ച സയ്യിദത്തുന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രത്യേകമായി ഈ രാത്രി ലൈലത്തുൽ ഖദ്ർ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് നീ ചൊല്ലുക എന്നാണ്. റമദാനു ഷരീഫിലെ 10 ദിവസങ്ങൾ അള്ളാഹുവിൻ്റെ അകൽച്ചയിൽ നിന്നും അടുക്കാനുള്ള റഹ്മത്ത് ചോദിച്ചു. നമ്മൾ 11 മാസക്കാലം അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള കാലങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ അല്ലെങ്കിൽ രാത്രികൾ പകലുകൾ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങ് ദൂരത്താക്കി. പഠിച്ചവൻ അങ്ങനെ ആക്കാതിരിക്കട്ടെ. അബദ്ധങ്ങൾ ആരെ കയ്യിലും വരും, പക്ഷെ അള്ളാഹ് ദൂരത്താക്കിയാൽ പിന്നെ അടുത്താകാൻ കഴിയൂല. ആക്കാൻ ആരും ദുനിയാവിൽ കഴിയൂല, ആഖിറത്തിലും കഴിയൂല. ഒരു നബിക്കും കഴിയൂല, നബിക്ക് അതിന് തോന്നിപ്പിക്കൂല. അത് വലിയ ഗൗരവമാണ്. അങ്ങനെ ദൂരത്തായതിൽ നിന്ന് അകത്തടുക്കാനാണ് റഹ്മത്ത് ചോദിച്ചത്. എന്നോട് റഹ്മത്ത് ചെയ്യണേ അല്ലാ എന്നിങ്ങനെ 10 ദിവസം ചോദിച്ചു. അള്ളാഹു ആ റഹ്മത്ത് നമുക്ക് തരട്ടെ. ഇനി അത് ചോദിക്കാതിരിക്കരുത്. ഇനിയും രാത്രികളിൽ ആ റഹ്മത്ത് ചോദിക്കണം. ഒരു 100 വട്ടോ 50 വട്ടൊക്കെ നമ്മൾ ഇരുന്ന് നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ചാലും ഉറങ്ങണ വരെ ചൊല്ലിയാൽ എന്താ? അല്ലാഹു റഹ്മനി യാ റഹ്മർ റഹീമീൻ. റഹ്മത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ ഓർക്കണ്ടേ. പിന്നെ രണ്ടാമത്തെ 10 ആ റഹ്മത്ത് കിട്ടി എന്ന ഒരു പ്രതീക്ഷയിൽ, ഒരു അടിമയുടെ പ്രതീക്ഷ അങ്ങനെയാണല്ലോ, അങ്ങനെ ആവണമെന്നാണല്ലോ. അനന്തല്ലി അബ്ദി 10 ദിവസം ചോദിച്ചിട്ടും കിട്ടിയില്ലേ? കിട്ടും ഇൻഷാ അല്ലാഹ്. ആ പ്രതീക്ഷയിൽ അവൻ അള്ളാഹുമായി അടുത്തപ്പോൾ, അവൻ്റെ ചെറിയ ഒരടുപ്പം അവനക്ക് കിട്ടിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിച്ചതാണ് കഴിഞ്ഞ 10 അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. എനിക്ക് പറയാനുള്ളത്, എൻ്റെയൊക്കെ വന്ന അബദ്ധങ്ങളൊക്കെ നീ മായ്ച്ചു തരണം അല്ലാ. അല്ല, മായ്ച്ചു തരണം എന്നല്ല, മറച്ചു വെക്കണം അല്ലാ എന്നായിരുന്നു. അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ്. അബദ്ധങ്ങളൊക്കെ മറച്ചു വെക്കണം. അടുപ്പിച്ചു, പക്ഷെ എഴുതിയതൊക്കെ അവിടെ റെക്കോർഡിലുണ്ട്. അടുപ്പം കിട്ടിയതുകൊണ്ട് കാര്യമില്ലല്ലോ. അടുപ്പം കിട്ടിയെങ്കിലും റെക്കോർഡുകളും കണക്കുകളും കേസുകളും ഒക്കെ അവിടെ ഉണ്ട്. അത് മറച്ചു വെക്കിയിട്ടില്ല എന്നുള്ളൂ. അത് മറച്ചു വെക്കണം. അതൊരിക്കലും തുറക്കരുത്. അത് ആരും പോലും വെളിവാക്കരുത് എന്ന് അള്ളാഹുവിനോട് ചോദിക്കാൻ 10 ദിവസം വെച്ചിരിക്കുക. അതേ നമ്മൾ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞിരുന്നു. അതും 10 ദിവസം കൊണ്ട് ലഭിച്ചിരിക്കണം എന്ന പ്രതീക്ഷയിൽ അതും കഴിഞ്ഞ് അത് മറച്ചു വെച്ചാൽ പിന്നെ പറയാനുള്ളത് 2 കാര്യമാണ്. ഒന്നെന്താണ്? പടച്ചോനെ, തെറ്റുകൾ മറച്ചു വെച്ചു. ആ മറച്ചു വെച്ച തെറ്റ് ഒന്ന് മായ്ച്ചു തരണം. മറച്ചു വെച്ചത് ഇപ്പൊ ഒരു കേസ് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുറക്കണമെന്നത് കാണും. വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലങ്ങളിലാണ് ആ വിഷയം പറയുന്നത്? പേടിയായി പോകും ഓതുമ്പോൾ. ആ തുറന്നാൽ അത് കാണും. എന്നാൽ അത് കാണാത്ത രൂപത്തിൽ അത് മായ്ച്ചു കളയാൻ അല്ലാഹു തആലക്ക് കഴിയും. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതാണ് തായിബുന ദംബി കമല്ലാ ദംബലഹു എന്ന് പറയുന്നത്. ഐ ബഅദു തായിബിന ദംബി കമല്ലാ ദംബലഹു അല്ലെങ്കിൽ ജമീഉ തായിബിന ദംബി കമല്ലാ ദംബലഹു. രണ്ടും അതിന്റെ 2 നിലക്കുള്ള അർത്ഥമാണ്. അപ്പോ തൗബ സ്വീകരിക്കപ്പെട്ടാൽ ഒരു പക്ഷേ മായ്ച്ചു കളയും തെറ്റുകൾ മായ്ച്ചു കളഞ്ഞാൽ പിന്നെ തെറ്റില്ലാത്ത മാതിരിയായി. ആഖിറത്തിൽ ഏട് കിട്ടുമ്പോ എന്തെങ്കിലും ഒരു ഹറാമോ കറാഹത്തോ മാർക്ക് ചെയ്തത് ഇല്ലാതെ കണ്ടാൽ എന്തൊരു സന്തോഷമായിരിക്കും. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. പക്ഷെ അതൊന്നും ചോദിക്കാനുള്ള ഒരു അർഹത നമുക്ക് ഇല്ല തന്നെ. പക്ഷെ എന്നാലും മറച്ചു വെക്കാനും ചോദിക്കാം. അതിന് അർഹതയുണ്ടോ? കൈവന്തിക്കാം അടിമകൾ എന്ന നിലക്ക് എന്ന് മാത്രം. അതേപോലെ അത് മായ്ക്കാൻ വേണ്ടി പറയലാണ് അല്ലാഹുമ്മ ഇന്നക അഫൂൻ. പടച്ചവനെ, നീ വല്ലാതെ
എത്രയോ ലക്ഷങ്ങളുടെ തെറ്റുകൾ മായ്ക്കുന്നവനാണ് അല്ലാഹുവേ. തുഹിബ്ബുൽ അഫ്വ, ഞങ്ങളോട് മറ്റുള്ളവർക്ക് നീ മാപ്പ് കൊടുക്കാൻ വേണ്ടിയും അവരുടെ തെറ്റുകൾ മറന്നു കളയാൻ വേണ്ടിയും നീ ഞങ്ങളോട് നീ കൽപ്പിച്ചവനാണ്, നീ വല്ലാതെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചവനാണ്. അതുകൊണ്ട് നീ ഞങ്ങളോട് മാപ്പ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ, നീ ഞങ്ങളോട് തെറ്റുകൾ മറച്ചു വെക്കാൻ പറഞ്ഞെങ്കിൽ, നീ ഞങ്ങളോട് തെറ്റുകൾ മറന്നു പോക്കാൻ പറഞ്ഞെങ്കിൽ, ഞങ്ങളുടെ തെറ്റുകൾ നീ മറന്ന പോലെ ആക്കണേ അല്ലാ, മായ്ച്ചു കളയണേ അല്ലാ. തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ, എനിക്ക് നീ മാപ്പ് തരണേ അല്ലാ, എൻ്റെ തെറ്റുകൾ മായ്ച്ചു കളയണേ അല്ലാ. ആ തെറ്റുകൾ മായ്ച്ചാൽ റഹ്മത്ത് കിട്ടി അടുത്തു, തെറ്റുകൾ മറച്ചു വെച്ചു. പിന്നെ അതിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ തെറ്റുകൾ മായ്ച്ചു കളയുകയും ചെയ്താൽ പിന്നെയുള്ളത് നരകത്തിൽ നിന്ന് മോചിതനാവലാണുള്ളത്. പിന്നെ നരകല്ലല്ലോ. അതാണ് അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, അഅ്തിഖ്നി എന്നാണ്, ഇഅ്തിഖ്നി എന്നല്ല. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, നരകത്തിൽ നിന്ന് എന്നെ മോചിതനാക്കണേ അല്ലാ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനി, എന്നെ നീ കടത്തണേ അൽ ജന്നത, സ്വർഗത്തിൽ നീ കടത്തണേ അല്ലാ. അദ്ഖിൽനി ജന്നത മഅൽ അബ്റാർ, മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ കടത്തണേ അല്ലാ. അതിൻ്റെ അർത്ഥത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, അതിനൊന്നും നമുക്ക് ചാൻസ് ഇല്ല. ചാൻസ് ഇല്ല എന്ന് ഒരു ചാൻസും ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. അത് യമീൻ ചെയ്യാൻ പറ്റിയതാണ്. അതിലേക്കൊന്നും കടക്കുന്നില്ല. എങ്കിലും എല്ലാവരും ചൊല്ലും പോലെ അങ്ങനെ ചൊല്ലിപ്പറയുന്നു എന്ന് മാത്രം. ചൊല്ലിപ്പറഞ്ഞാലെങ്കിലും അക്ഷരങ്ങൾക്ക് വിലയുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരക്ഷരത്തിനെങ്കിലും വില കിട്ടിയാൽ എന്ന നിലക്ക് പ്രതീക്ഷ അറ്റുപോകാത്ത മനസ്സായതുകൊണ്ട് പിന്നെയും 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 ഇങ്ങനെ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മളെ രാത്രികൾ, ഇനിയുള്ള രാത്രികൾ കൂടുതൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാൻ പറ്റിയ രാത്രികളാണ്. കഴിഞ്ഞോ എന്നറിയില്ല. ഒന്നാമത്തെ ദിവസം ആയിരുന്നോ ലൈലത്തുൽ ഖദർ ആർക്കും അറിയില്ല. രണ്ടായിരുന്നോ അറിയില്ല. മൂന്നായിരുന്നോ അറിയില്ല. തമാശയും കളിയും കോപ്രാട്ടിയുമായി നടക്കുകയാണ്. പാട്ടും പെയ്ത്തും അച്ചും വിളിയായിട്ട് നടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മനസ്സ് കൊടുക്കാൻ സമ്മതിച്ചില്ല. റമളാനു ശരീഫ് കഴിയാനായി. പെരുന്നാളിന്റെ ഒരുക്കങ്ങളാണ്. ഇപ്പൊ തുണിങ്കുപ്പായത്തിന്റെ ചിന്തയാണ്. അൽഹംദുലില്ലാ, അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് ഈ ടൈം വരെ എന്റെ മനസ്സിൽ ആ ചിന്ത വന്നിട്ടില്ല. ഇപ്പൊ പറഞ്ഞപ്പോ വന്നിക്കാണ്. തുണിപ്പായം എൻ്റെ കൽബിൽ വന്നിട്ടില്ല. കുട്ടികൾക്ക് എടുക്കണമെന്ന് വന്നിട്ടില്ല, ആർക്കും വന്നിട്ടില്ല. ഇവർ വാങ്ങും, അവർക്ക് പൈസ കൊടുക്കുന്നല്ലാണ്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കണ്ടെന്നല്ല പറയുന്നത്. അതിനൊരു വലിയ സംഭവമായി നമ്മളെ മനസ്സിലെടുക്കരുത്. അതൊക്കെ ദുന്യാവിൻ്റെ കാര്യങ്ങളാണ്. അതങ്ങനെ നടക്കും. അത് നടക്കാതിരിക്കുമല്ലോ. എല്ലാവരും എങ്ങനെയൊക്കെ ആയിട്ട് നടക്കും. പക്ഷേ ആ ചിന്തയിലാണുള്ളത്. പെരുന്നാൾ 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 അങ്ങനൊന്നില്ല. പെരുന്നാളുണ്ട്. അള്ളാഹുവിൻ്റെ സൽക്കാരമായ പെരുന്നാൾ. 30 ദിവസം ഭക്ഷണം കഴിക്കാതെ ഉദയം മുതൽ ഫജ്ർ സാദിഖ് മുതൽ അസ്തമാനം വരെ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന എൻ്റെ അടിമക്ക് ഞാനൊരു സൽക്കാരം നൽകുന്നു. ഇതാണ് ഭക്ഷണം. ഭക്ഷണമില്ലാത്തവർക്കും ഭക്ഷണം എത്തട്ടെ. അതാണ് ഫിത്ർ സക്കാത്ത്. അത് ആ ഭക്ഷണം അള്ളാഹുവിൻ്റെ ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ അന്ന് നോമ്പെടുക്കൽ ഹറാമാണ്. അന്ന് നോമ്പെടുത്താൽ സ്വഹയാവുകയില്ല എന്നാണ്. അത് മുറിച്ചു കളയണമെന്നാണ് അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞത്. സ്വഹയ്യന്നാവൂല എന്നാണ്. ആ നിയത്തന്നെ സ്വഹയല്ല എന്നാണ് ഷാഫി ഇമാം പറഞ്ഞത്. ഏതായിരുന്നാലും അത്രയും ഗൗരവമുള്ള ഒരു ദിവസമാണ് പെരുന്നാൾ. അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള ദിവസമാണ്. കുറേ ഇബാദത്ത് എടുത്തിട്ടല്ല. 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം നോമ്പെടുത്തതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മഹബത്ത് അത് കൊടുക്കുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും ചേർത്ത് തരുമാറാകട്ടെ. അതാണ് ജമാഅത്തിന്റെ പ്രത്യേകത. 1000 ആളുണ്ടെങ്കിൽ ഒരാളെങ്കിലും അള്ളാഹ് സ്വീകരിക്കൂലേ? ഇതാണ് ഇമാം റാസി തങ്ങൾ പറഞ്ഞത് കാണാം. ഒരാളെങ്കിലും സ്വീകരിച്ച ആളുണ്ടാവൂലേ? അയാളെ ബർക്കത്തുകൊണ്ട് ബാക്കിയുള്ളവരെ മുഴുവനും സ്വീകരിക്കുന്നതാണ്. അയാളെ ബർക്കത്തുകൊണ്ട് ബാക്കിയുള്ള ആളുകളെ മുഴുവനും സ്വീകരിക്കും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വലിയ റഹ്മത്ത്, വലിയ റഹ്മത്ത്. അതാണ് ഒരു ഉമ്മക്ക് ഒരു കുട്ടിയോട് ഉള്ള സ്നേഹത്തിന്റെ 70 ഇരട്ടി സ്നേഹം അള്ളാഹുവിന് അടിമകളോടുണ്ടെന്നാണ്. അഥവാ 70 ഉമ്മയുടെ സ്നേഹം. 70 ഉമ്മയുടെ സ്നേഹമില്ലെങ്കിൽ ഈ ഭൂമിയുടെ നിലനിൽക്കുകയില്ല. ഈ ആകാശം ഇങ്ങനെ നിലനിൽക്കൂല. നമുക്കൊരിറ്റ് വെള്ളം കിട്ടൂല. ലൗ കാനത്തി ദുനിയാ ഇൻദല്ലാഹി തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊളത്തിൻ മാ സഖാ മിൻഹാ കാഫിറൻ ശർബത മാ നബീനാ റസൂലുള്ളാഹി.
ദുനിയാവ് അല്ലാഹു തആല ഒന്നുമല്ല, എല്ലാവർക്കും കൊടുക്കും. റഹ്മത്തിന്റെ വിശാല ലോകമാണ്. ഓരോരുത്തർക്ക് വലിയ വലിയ വീട് കൊടുക്കും, ചിലവരോ ചെറിയ ചെറ്റപ്പൊരയിൽ താമസിപ്പിക്കും. ഓരോരുത്തർക്ക് മരണം വരെ ആരോഗ്യം കൊടുക്കും, ഒരു മുടി പോലും നിരക്കൂല, പക്ഷെ നിരക്കാതങ്ങ് മരിക്കും. ഓരോരുത്തർ ചെറുപ്പത്തിലേ നിരക്കും, ചെറുപ്പത്തിലെ ആഫിയത്ത് പോകും. ഓരോരുത്തര് രോഗിയായിക്കൊണ്ടേ ജനിക്കും, രോഗിയായി തന്നെ മരിക്കും. അതിൻ്റെ ഇടയിൽ ഒരു സുഖവും കിട്ടിയിട്ടുണ്ടാവില്ല. ഓരോരുത്തർക്ക് നല്ല ഭാര്യമാർ ലഭിക്കും, ഓരോരുത്തർക്ക് ചീത്ത ഭാര്യമാർ ലഭിക്കും. ചില ഭാര്യമാർ ചെമ്പുളിയും തിരക്കും, ഭർത്താവിനെ തല്ലലും കുത്തലും ചീത്ത പറയലൊക്കെ ഉള്ള ആൾക്കാർ കഴിഞ്ഞില്ലേ, ഇനിയും അങ്ങനെ തന്നെ വരും. അതിലൊക്കെ ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. എന്തെല്ലാമാണ് റബ്ബിന്റെ വിധിയിൽ വരിക. അള്ളാഹുവിന് ദുനിയാവൊന്നുമല്ല. പൂച്ച തെറ്റ് ചെയ്തിട്ടല്ല പൂച്ചക്ക് രോഗം വരുന്നത്, അത് കുറ്റം ചെയ്തിട്ടല്ല. അത് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, നമ്മളെ അകത്തേക്ക് കയറാൻ നമ്മൾ സമ്മതിക്കൂല. അത് പുറത്തിരുന്ന് ഇങ്ങനെ കരയുകയാണ് ഭക്ഷണത്തിന് വേണ്ടി, നമ്മൾ കൊടുക്കൂല. കൊടുത്താൽ മുള്ളേ കൊടുക്കുള്ളൂ. ഇതല്ലേ നമ്മുടെ അവസ്ഥ. ഒരു പൂച്ച കാരണത്താൽ സ്വർഗത്തിൽ കടന്ന പെണ്ണ്, ഒരു നരകത്തിൽ കടന്ന പെണ്ണുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. തറാവീകരിച്ചായിട്ടൊന്നുമല്ല, യാസക്കരിച്ചായിട്ടൊന്നുമല്ല. ഒരു പൂച്ചയെ കെട്ടിയിട്ടു, അവൾ അതിന് ഭക്ഷണം കൊടുത്തില്ല. ഭൂമിയിലെ വണ്ടുപ്രാണികൾ എന്നാണ് ചെറുസാദ് അതിനർത്ഥം പറഞ്ഞത്. ഭൂമിയിലെ ജന്തുക്കളെ പിടിച്ചു തിന്നാൻ, സ്വന്തം തിന്നാനുള്ള ഒരു അവസ്ഥയുള്ള ജീവിയാണ് പൂച്ച. അതിനാരും കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിന് കിട്ടും ഇൻഷാ അല്ലാഹ്. പക്ഷേ നമ്മളിങ്ങനെ നോക്കിയാലേ നമ്മളെ പൂച്ചകളൊക്കെ കണ്ടാൽ ഒറ്റ പൂച്ച പോലും തടിയുള്ളതായി കാണാൻ കഴിയുന്നില്ല. വയസ്സായ ഒരു ആചാര്യപ്പായ പൂച്ചനൊക്കെ ഒരു തടി കാണുന്നുണ്ട് എന്നല്ലാതെ കണ്ട് ചെറുപ്പക്കാര് പൂച്ചകളെ ഒറ്റൊന്നും തടിയില്ലല്ലോ. ഉണ്ട് അങ്ങനെ കണ്ടുകണ ഈ ഭാഗത്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കലുണ്ട്, എന്താണ് ഇതിന്റെ കാരണം? എന്തേ കാരണം? തിന്നാൻ കിട്ടായിട്ട്. ഞാൻ മത്തി കൊടുക്കലുണ്ടോ? ഇജ്ജൊരു എപ്പോഴെങ്കിലും 2 ദിവസം കൂടുമ്പോൾ ഒരു മത്തി കണ്ടം കൊടുത്താൽ എനിക്ക് ഒരു കണ്ട മത്തി അന്ന് നോക്കേണ്ടി വരും, തിന്ന് അതിന്റെ വലുപ്പം മനസ്സിലാവാൻ. തിന്നാൻ കിട്ടായിട്ട്. എന്തേ തിന്നാൻ കിട്ടാത്ത? ഒരൊറ്റ വേസ്റ്റ് സാധനവും പുറത്തില്ല. തിന്നേണ്ട ഐറ്റങ്ങൾക്ക് തിന്നാൻ പറ്റിയ വേസ്റ്റായ സാധനം ഒന്നും പുറത്തില്ല. ഒന്ന് നക്കി തിന്നാൻ പോലും, ഒരു വാശിൽ നിന്ന് പോകുന്ന വെള്ളം പോലും പോകുന്നത് ഉള്ളിലുള്ള ടാങ്കിന്റെ ഉള്ളിലേക്കാണ്. അതിൻ്റെ ഉള്ളിൽ നക്കി തിന്നാൻ വയ്ക്കും. എന്നിട്ട് അതിന്റെ മുകളിൽ നല്ല സ്ലാബ് ഇട്ട് ഉറപ്പിച്ച് വെച്ചിക്കാം, തൊട്ട് പോകരുത്. ഉറുമ്പിനോട് പറയുന്നു പോ. ഒരു വീട്ടിലുള്ള ഭക്ഷണത്തിൽ കൊണ്ട് എത്ര കുടുംബം ജീവിച്ചിരുന്നു ഒരു കാലത്ത്. അന്നിവിടെ രോഗങ്ങളില്ല. ഇപ്പൊ വേസ്റ്റ് കൊണ്ട് എത്ര രോഗം പോകുന്നത്. രോഗം വന്നിട്ട് രോഗത്തിന് കണക്കും കഴിയില്ല. ഒരു പേരിലും രോഗമില്ലാത്ത ഏതെങ്കിലും പേർക്കാരുണ്ടെങ്കിൽ കയ്യൊന്തിച്ചാൽ തിരക്കടില്ല. ഇത് പകര ജുമാഅത്ത് പള്ളിയിൽ വിളിച്ചു ചോദിച്ചാലും ഇങ്ങനെ തന്നെയാണ്. ബഗ്ദാദിലെ പള്ളിയിൽ വിളിച്ചു ചോദിച്ചാലും ഇങ്ങനെ തന്നെയാണ്. എല്ലാ വീട്ടിലും രോഗമാണ്. അതുകൊണ്ട് തന്നെ ചിലവരൊക്കെ മനസ്സിലാക്കുന്നത് സിഹറാണെന്ന് മനസ്സിലായി. എല്ലാവർക്കും സിഹറാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തസാഹറു അങ്ങനെ മനസ്സിലാക്കും. പനിയും തലാട്സിൽ ഇത് മാറുന്നില്ല, അത് സിഹറ് കുടുങ്ങിക്കണ്. ഈ ഭൂമിക്ക് എന്തോ കേടുണ്ട്. ഏതോ ഒരു ശൈത്താനെ വന്നുകാണ്ട് കേടെരുത്തിക്കണ്. ശൈത്താൻ ആണ്ട് കേടെരുത്തുന്നല്ലാതെ കണ്ട് ഇപ്പണ്ട ശൈത്താൻ അങ്ങോട്ട് കേടെരുത്താൻ വരുന്നത്. ആ കാലൊക്കെ കഴിഞ്ഞ അഭിമാരെ ശൈത്താന്റെ ഡ്യൂട്ടിയൊക്കെ നിർത്തിച്ച് ആ ഡ്യൂട്ടിയൊക്കെ നമ്മൾ ഏറ്റെടുത്ത്. ഒന്നാമത് മൂല്യന്മാരെ ഏറ്റെടുത്ത്, പിന്നെ തങ്ങന്മാരെ ഏറ്റെടുത്ത്, പിന്നെ നമ്മളെ പോലുള്ള നിസ്കരിച്ചുള്ളവർ ഏറ്റെടുത്തിക്കണം ആ പരിപാടി. അതിപ്പോ മൂപ്പരിപ്പോ റിട്ടയർഡ്, മൂപ്പരിപ്പോ ഫ്രീ ആണ്. സത്യം അങ്ങനെയാണ് സത്യമുള്ളതെന്ന് നമുക്ക് മനസ്സിലാകണത് പറയാം കേട്ടോ. ഒരു ഉറപ്പും അറിയില്ല. അപ്പോ എല്ലാവരുടെ വീട്ടിലും ഒരു ഭക്ഷണം പുറത്ത് കിട്ടാതെയായി. പഴയ കാലത്ത് കുപ്പത്തൊട്ടി ഉണ്ടായിരുന്നു. 10 മണിയാകുമ്പോ 9 മണിയാകുമ്പോ എൻ്റെ ഉപ്പ അടങ്ങുന്ന നിങ്ങളുടെ ഉപ്പമാരൊക്കെ ആ ടൈമിലാണ് അങ്ങാടിയിൽ നിന്ന് വരിക. അപ്പോഴാണ് കപ്പാളയിൽ മത്തി കൊണ്ടുവരുന്നത്. 8 മണിക്കും 9 മണിക്കും അല്ല അസർക്കും ആരിഫിക്കൊന്നും മത്തി എത്തിയിട്ടുണ്ടാവില്ല. മത്തിയാണ് ആകെ വരുന്ന സാധനം, പ്രധാന മീന്. അയക്കറൊക്കെ കിട്ടണമെങ്കിൽ ഹോട്ടലിൽ പോകണം. അയക്കറ അത് കേൾക്കാന്നല്ലാണ്ട് അത് സാധനമൊന്നും കിട്ടൂല. എന്നിട്ട് ഈ മത്തിയോ അല്ലെങ്കിൽ അയില, ഇതിൻ്റെ അപ്പുറമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ചെമ്പാനെന്നറിയാം, അത് അയിലയുടെ മുത്തച്ഛൻ്റെ പേരാ.
അങ്ങനെ ബത്തള് ഇതൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ആയിരിക്കും. അത് എന്തെങ്കിലുമൊക്കെ കിട്ടിയങ്ങായി. അല്ലെങ്കിൽ ഒരു 4-5 ഇപ്പോൾ കർമൂസ മരം ഉണ്ടാവും, അതിനെ നിരത്തി അയിമെന്ന് ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ഉണ്ടാക്കല. അതന്നെ മതിയായിരുന്നു. അതന്നെ കിട്ടാത്ത കാലല്ലായിരുന്നോ? ഇന്നത്തെ സുഖത്തിന്റെ അവസ്ഥ എന്ത്? ഇതൊക്കെ ചോദിക്കപ്പെടും. ഈ ഭക്ഷണങ്ങളൊക്കെ ഈ മത്തി കൊണ്ടുവന്നിട്ട് കേറ്റുന്ന് വെള്ളം മുക്കണം, ആ നേരത്തെ മുറിക്കണം. ഇശാൻസ്കാരം കഴിഞ്ഞിട്ടാണ് ഉമ്മാര് മത്തി മുറിക്കണത്. ഞാൻ എത്രയോ വിളക്കായിട്ട് കാത്തുനിന്ന് കൊടുത്ത എൻ്റെ പങ്ങൾ മുറിക്കാനും മറ്റൊക്കെ മത്തി മുറിക്കാനൊക്കെ ഞാനങ്ങനെ ഞാൻ നിന്നൊടുക്കുന്ന പറയാം. ഇപ്പൊ മനസ്സിലാവില്ല, നിന്നൊടുക്കുക അറിഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. കാരണം ആ പരിപാടി ഇല്ല. അപ്പോ ഒരു ഹിദ്മ ചെയ്യല് മക്കൾക്ക് അറിയില്ലല്ലോ. തിന്നാ മുടിച്ചാ നടക്കുക. ആ ഹോ ഹേ ഹാ ഹേ ഹോ ഇങ്ങനെ ഒളിച്ചാട്ടെന്നല്ലാതെ ആരോടാ പറഞ്ഞ് വേറെ ആരോടാണൊക്കെ പറഞ്ഞ് നമ്മോടായിരിക്കും ചിരിച്ചത്. നമ്മൾ എന്നിട്ട് നമ്മളൊന്ന് ചിരിച്ചു കൊടുക്കും. അപ്പൊ 2 മച്ചറൂർ 2 എന്നിട്ട് ഈ 2 ആൾക്കും കൂടി ചിരി കിട്ടാന്ന എന്തൊക്കെയോ കാട്ടിക്കൂട്ടലാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെയാണല്ലോ. എങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു മൂലേര് എങ്ങനെ 2 കൈയും താത്തിട്ട് പോകണെടുക്കണം എങ്ങോട്ടിക്കണം? മൂലേര് പറഞ്ഞാൽ വലിയ മൂലേരല്ലേ. വലിയ മൂലേര് പിന്നെ വണ്ടീൻ്റെ ഉള്ളിലായിരിക്കും. അങ്ങനെയാണേക്കാരോ ജീവൻ പോകാൻ കിടക്കണ ചൈത്താനമാതിരി. അങ്ങനെയാണേക്കാരോ. മറ്റേത് അങ്ങനെയല്ല. ഇത് പുറത്തിറങ്ങിയ ഒരു മൂലേരുട്ടിയോ അല്ലെങ്കിൽ ഒരു നാടനുട്ടിയോ. നാടനുട്ടി ഞാൻ മൂലേര് തന്നെ നല്ല സൈസിനെ പറ്റി പറഞ്ഞാണ്. അതങ്ങനെയാണെങ്കിൽ മറ്റേ പിന്നെ 2 വട്ടം അങ്ങനെയാണേക്കാരോ. എപ്പോൾ നോക്കിയാലും ഈ പരിപാടിയാണ്. ഇത് എന്നേ ഇപ്പൊ തുടങ്ങിയത്? ഇവരെ വാപ്പ വെച്ച് വിളിച്ചവരാണ് ഇപ്പൊ ഇതിലുള്ളത്. ഒരു മുഖ്യമായ കാര്യമൊന്നുമല്ല പറയണത്. ഇജ് അവിടെ ഉണ്ടോ? ആ ഞാൻ അവിടെ ഉണ്ട്. ഞാൻ ഇവിടെ ഉണ്ട്. ഇജ് അവിടെ തന്നെ ഉണ്ടാവോ? ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. ഇജ് ഇവിടെ തന്നെ ഉണ്ടാവോ? ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. എന്നിട്ട് എന്നാ ഉണ്ടാകുക? ഞാൻ ഉണ്ടാവും. ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാകുകൊണ്ട് ഇപ്പൊ അങ്ങനെ അപ്പം എന്താട്ടുക? അപ്പൊ നമ്മളിവിടെ ഉണ്ടാവും. അങ്ങനെ വേറെന്ത് പറയാനാ പറയാനുള്ളത്? ഇത് പറയാനുള്ളത് വെറുതെ അല്ലെങ്കിൽ അശ്ലീലം പറയാം, അല്ലെങ്കിൽ വൃത്തികേടുകൾ പറയാം. ഇങ്ങനെ എല്ലാത്തിൻ്റെയും ചെവിയും കേടുന്ന് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ കേടുന്ന്. അതാ ഒരു 10-40 വയസ്സാകുമ്പോത്തിന് മറ്റേ ഇന്ന് മുട്ടേരിന് നാളെയാണ് മുട്ട, ഇന്ന് ഓങ്ങലാന്ന് പറഞ്ഞാലേ ചൂടട്ടം ബാൻഡ് വിട്ട് കേൾക്കാൻ പോയപ്പോ മുട്ടുന്നുണ്ട്. പക്ഷെ മുട്ടിന് കേൾക്കണില്ല. അപ്പൊ ഇന്ന് ഓങ്ങലും നാളെ മുട്ടും. അതെല്ലാം കേൾക്കണ്ടേ? ആണ്ടത്തും 40 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ ഈ സാധനങ്ങൾക്ക്. ഒരു ചെമ്മറവട്ടത്തുകാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ചെവിന്റെ കാതിന്റെ കേൾവി മുഴുവൻ പോയിക്കണ്. എല്ലാം പോയിക്കണം. എന്നിട്ട് അയാള് ഒന്നിൽ നിന്ന് ഒരു ഉച്ചം ബാക്കിയുണ്ട്. ഉറക്ക പറയണ അയാളോട്. എത്ര പ്രായം? 35-40 വയസ്സായിട്ടുള്ളൂ. എന്നോട് പറഞ്ഞു, ഞങ്ങളെ ഗ്രൂപ്പ് വന്നപ്പോ അവിടെ മദ്രസക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ് ഉസ്താദെ. ഞാൻ എപ്പോഴും ഇത് ചെവിയിൽ വെച്ച് ഈ ചെവിക്ക് ചൂടാകുമ്പോൾ മറ്റേ ചെവിയിലേക്കും ആ പൈസ രാവിലേക്കൊക്കെ ശരിയാക്കണം. ഒരു മദ്രസ ഉണ്ടാക്കുന്ന കാര്യത്തിൽ, ഒരു പള്ളി ഉണ്ടാക്കുന്ന കാര്യത്തിൽ അവിടെ പ്രവർത്തിച്ചതാണ് ഞാൻ. എൻ്റെ 2 ചെവി ഇപ്പൊ പോയിക്കണ്. അതിന്റെ കഴിവന്നെ പോയിക്കണ്. ഇല്ല, മറ്റൊന്നിനും ഇല്ല. ഒക്കെ ചുരുണ്ട്. ഈ ഇതിന്റെ റിയാക്ഷൻ എന്ന് പറയാ, ഇതിന്റെ സൈഡ് എഫക്റ്റ് പറ്റിപ്പോയിട്ട് കുട്ടികൾ ഒരു റൂമിൽ അത് വെച്ചുകൊണ്ട് കിടന്നുറങ്ങിയാൽ ആ റൂമിലെ മക്കൾക്ക് അപകടം വരും. എല്ലിന് ശക്തി കുറയും, കണ്ണിന്റെ ശക്തി കുറയും. ആ മക്കളുടെ എല്ലാ അംഗങ്ങൾക്കും ശക്തി കുറയും. അത് ഉപയോഗിക്കുന്നവർക്ക് ശക്തി കുറയും. അത് അരയിൽ കൊണ്ടുവച്ച് ഒരു വെക്കുന്ന സ്ഥലമുണ്ട്. വെച്ച് നടക്കുന്ന ആളുകൾക്ക്, ചെറുപ്പക്കാരാണെങ്കിൽ ജനനേന്ദ്രിയം നശിച്ചു പോകും. ഇത് ഞാൻ പറയല്ല. ആർക്കാ ബേജാറുള്ളത്? ഈ സാധനം നെറ്റുമായി ബന്ധമുള്ളതാണ്. ഇതിന്റെ ഗൗരവം എത്രയാണ്? റേഞ്ചുള്ള സ്ഥലത്ത് ജീവിക്കുന്നവനക്ക് അപകടം തന്നെ. മരങ്ങളൊക്കെ കണ്ടില്ലേ ചുരുണ്ട് നിൽക്കണ്, കർമൂസ മരൊക്കെ. ഏതെങ്കിലും തേങ്ങ നേരൊക്കെ കിട്ടുന്നുണ്ടോ? എന്തൊരു ചൊറുക്കുണ്ടായിരുന്നു തേങ്ങനെ കാണാൻ പോയ കാലത്ത്. ഇപ്പത്തെ തേങ്ങ എങ്ങനെ പൊട്ടിക്കാണ്ടല്ലേ? എന്നാ നമ്മളെ നടുവൊക്കെ പൊട്ടിക്കണ്, എല്ലായിടത്തും പൊട്ടിക്കണ്. ഈ സാധനം കൊണ്ടുവന്നിട്ടേ. ഇതിപ്പോ ഈ ചിത്രം കാണാത്തതിനെ പറ്റി നമ്മൾ പറഞ്ഞത്. കണ്ണിന് കാഴ്ച കുറഞ്ഞു പോയി, എല്ലായിടത്തും കുറഞ്ഞു. ഒക്കതാ ഒരു ഉടുപ്പ് വെച്ച് നടക്കുക. ഒരു വരിയിൽ 10 എണ്ണെങ്കിൽ 15 എണ്ണത്തിനും ഈ സാധനം വെക്കണ ആവശ്യമുണ്ട്, വെക്കാത്തവരുണ്ട് എന്നുള്ളൂ. ഇതെന്താ? ഈ കറണ്ടിന്റെയും അതുപോലെ തന്നെ ഈ മൊബൈലിന്റെയും അപകടങ്ങൾ സംഭവിച്ചു. നാട് മുഴുവനും നശിച്ചു. ദഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ. കടലിലും കരയിലും ഫസാദ് ഇറങ്ങി.
മനുഷ്യന്റെ ഓരോരോ കണ്ടുപിടുത്തങ്ങളെ കൊണ്ടുണ്ടായ മുസീബത്താണ്. ഞാൻ പറഞ്ഞത് നമ്മളെ വീട്ടിൽ നിന്ന് തൊട്ടിയിലേക്ക് മീൻ മുറിക്കാൻ വേണ്ടി പെങ്ങൾക്ക് താത്താക്ക് വിളക്ക് പിടിച്ചു കൊടുക്കുമ്പോൾ അത് മുറിച്ചിട്ട് അതിന്റെ ചെളുക്കയും മറ്റും കൂടെ തൂക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതിനാണ് കുപ്പത്തൊട്ടി. അത് രോഗം പകരൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. അങ്ങനെ രോഗം പകർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പകർച്ചവ്യാധിയുടെ 100-1 അന്നില്ല. ഇന്നിപ്പോ കൂടി കുഴിച്ചിട്ടിട്ട് പന്ത്യത്തെ കാര്യം കിട്ടിയത്. എന്നിട്ട് അത് അങ്ങ് ഒഴിക്കും. അതിന്റെ രക്തങ്ങൾ അങ്ങനെ ഒഴിക്കും. അങ്ങനെ മീൻ കഴുകിങ്ങോട്ട് വരുമ്പോഴേക്കും മറ്റ് 5-8 കുടുംബങ്ങൾക്ക് ജീവിക്കാനായി. നായ വരും, പൂച്ച വരും, അവരൊക്കെ ജീവിക്കുന്നു ആ ചെളുക്ക കൊണ്ടും മറ്റും. ഇതാണ് മഹാനായ ജുനൈദ് റളിയല്ലാഹു അൻഹു ആണെന്നെ ഓർമ്മ. പൂച്ച കക്കുകയില്ല. അതെ, പൂച്ചനെ കളവ് പഠിപ്പിക്കലാണ്. എന്താ കൊടുക്കൂല. അപ്പൊ ഇത് പൈസിട്ട് അത് ഈ കൊടുക്കണം വന്ന് ചാടി പിടിച്ചാണ് തിന്നും. പൂച്ച കക്കൂല. തിന്നാൻ കൊടുക്കണം കക്കൂല. അതിന് തിന്നാൻ കിട്ടാതായാലും ഞമ്മള് വെക്കൂലേ? എന്നല്ല മസല എന്താ? നമുക്കൊരു വിശന്നിട്ടിക്കാൻ വയ്യ, ഒരാൾ തരണമില്ല. അവനോട് പൈസ പിന്നെ തരാന്ന് പറഞ്ഞിട്ടും കേൾക്കണില്ല. ഇപ്പൊ പൈസ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ തരാന്ന് ഒടിച്ച് കണ്ട് വാങ്ങിയിട്ട് വിശപ്പടങ്ങണ അത്ര തിന്ന. പിന്നെ ബാക്കിയുള്ളത് ബാക്കി ഞാൻ പൈസ പിന്നെ തരേണ്ടി തന്നിട്ട് പോരാ. എനിക്ക് പൊരുത്തണമെങ്കിലും വേണ്ടിയില്ല, ഇല്ലെങ്കിലും വേണ്ടി. എങ്ങനെ മസല? മനുഷ്യനെ കൊല്ലാൻ പറ്റുമോ? തിന്നാൻ കൊടുക്കാതെ വാങ്ങിയിട്ട് തിന്നിട്ട് കാട്ടിച്ചു കൊടുക്കണം എനിക്ക്. അങ്ങനെയാണ് അതിന്റെ മസല. അത് ഹലാലോ ഹറാമോ എന്നൊന്നുമില്ല, ഹലാലാണത്. പിടിച്ചു വാങ്ങി ഭക്ഷണം കഴിക്കുക, പിടിച്ചു വാങ്ങി വെള്ളം കുടിക്കുക. മരിക്കുമെങ്കിൽ അത് നിർബന്ധവുമാണ്. കൊടുക്കാൻ തയ്യാറില്ലെങ്കിൽ നിന്ന് കണ്ടോട്ടെ തിന്നണത്. ഓനക്ക് ആവശ്യമുള്ള ഭക്ഷണത്തെ പറ്റിയല്ല കേട്ടോ പറയുന്നത്. ഈ നിലക്ക് എത്ര കുടുംബങ്ങൾ ജീവിച്ചിരുന്നു, എത്ര ഉറുമ്പുകൾ ജീവിച്ചിരുന്നു, എത്ര ഇനം ഉറുമ്പുകളുണ്ട്. അതിൽ നിന്ന് 5-8 ഇനം ഉറുമ്പുകൾ ഇപ്പോഴും നമ്മൾ കാണുന്നത്. അവരും ജീവിച്ചിരുന്നു. ഇപ്പോൾ എവിടെയും അവർക്ക് വഴിയില്ല. എല്ലാം നല്ല കുണ്ടിലാക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് ആ കുണ്ടിൽ നിന്ന് എന്ത് ചെയ്യാ? രോഗം പകരരുത്. രോഗം പകർത്തുന്നത് കൊതുകാണത്രേ. കൊതുകുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് 4 ഭാഗത്തേക്ക് നോക്കിയ കൊതുക് ഇങ്ങനെ കാറ്റടിച്ച് വരണേ. എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ പാട്ടും പാടി ഉറക്കാണ് വരെ. പിന്നെന്താ, പിന്നെ എന്നും കൊതുക് അടിച്ചാലും വേണ്ട. ആചാര്യ പറഞ്ഞാല് കൊതക്ക് ഡാഷ് പാട്ടുകാരനായി ഇത് രസമായി മാറുകയാണ്. പിന്നെ കൊതുക് അടിച്ചില്ലെങ്കിൽ ഉറക്കരാതിരിക്കുകയാണ്. അവിടെ ഇപ്പൊ എല്ലാവരും ഉറങ്ങുന്ന ഒരവസ്ഥയാണ്. എന്താ രസം! കൊതകുകളെ ഇങ്ങോട്ട് പെരുത്തിട്ട്, കൊതക് ചട്ടിപ്പൊളിയിൽ വെള്ളം കണ്ടാലേ തട്ടിയിടണാലോ. ചട്ടിപ്പൊളിയിൽ വെള്ളം കണ്ട തട്ടിയിടുന്ന ആളെ ഈ ടാങ്കിൽ ഈ ദുർഗന്ധമുള്ള വെള്ളം സൂക്ഷിച്ചു വെച്ചത് അറിയുന്നില്ലടേ തണ്ടേനി. ആരെ ഔട്ടിയിലേറെ നിങ്ങളെ പിന്നെ ഇതൊക്കെ കൂടി പിന്നെ ഇതൊക്കെ സ്ലാബ് ഇട്ടിക്കണല്ലോ. എൻ്റെ അഭിയന്മാരെ ഞാൻ ഇട്ടതല്ല. ഞാൻ ഒരു ദിവസം ചാലിയത്ത് വന്ന് നോക്കുമ്പോൾ സ്ലാബൊക്കെ വാർത്തിട്ടിക്കണം, കുയ്യൊക്കെ കുത്തിയിട്ടിക്കണം. ഞാട്ടല്ല. ഞാൻ വിചാരിച്ചിരുന്ന ഏതെങ്കിലും മരത്തിന്റെ ചോട്ട് കിട്ടാനായിരുന്നു. മരത്തിന്റെ ചോട്ട് ചെന്നാലും മരത്തിന് വെള്ളമായി, മറ്റുള്ള ജന്തുക്കൾക്ക് വെള്ളമായി, മറ്റുള്ള അതിലെന്തെങ്കിലും തിന്നാൻ പറ്റിയതുണ്ടെങ്കിൽ ഏതെങ്കിലും ജന്തുക്കൾ വന്ന് തിന്നാൽ അതിന്റെ ബർക്കത്തും വീട്ടുകാർക്കായി. ഇതില്ലല്ലോ, ഒന്നുമില്ല. റഹ്മത്തിൽ നിന്നുള്ള ആ ചിന്ത തന്നെ പോയല്ലോ കൽബിൽ നിന്ന്. ഒരു ജീവിക്കും ഒന്നും കിട്ടാതെയായി. അതാണ്ട് പൂച്ചകൾ വന്നാണ്ട് ഇങ്ങനെ നൊലോളിച്ചാ. പൂച്ചകൾ വന്നിട്ട് ഇങ്ങനെ നൊലോളിക്കാണ്, മണ്ടാണ്. എന്നിട്ട് ആളെ കാണുമ്പോ എറിഞ്ഞു കൊല്ലുന്നു പേടിച്ചിട്ട്. ഞാൻ വിചാരിച്ചു എന്തിനാണ് ആ പൂച്ച മണ്ടണത്? പള്ളിൻ്റെ ഉള്ളിൽ കയറിയാണ് പാത്തുന്ന് വിചാരിച്ച് നമ്മൾ ആട്ടുന്നല്ലാണ്ട് വേറെ പുറത്തിറങ്ങുമ്പോൾ എന്തിനാ പൂച്ച നമ്മളെ കാണുമ്പോൾ മണ്ണുന്നത്? എനിക്ക് പലപ്പോഴും പൂച്ചനോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ എന്തറിയാൻ, പൂച്ചയുടെ ഭാഷ എനിക്കറിയില്ല, എൻ്റെ ഭാഷ പൂച്ചക്കും അറിയില്ല. ഇതുകൊണ്ടാണ് നീ മണ്ടണ്ട, ഞാൻ ഒന്നും ചെയ്യൂല എന്ന് പറയാൻ പൂതിയുണ്ട്. അങ്ങനെ പറഞ്ഞിരുന്നു. ആര്? തേനേൽ പാപ്പ പറഞ്ഞിരുന്നു. മലയാളത്തിൽ പറഞ്ഞ് പക്ഷി ജന്തുക്കൾക്ക് സംഗതി മനസ്സിലാവും. അങ്ങനത്തെ ഒരു കഴിവുള്ള കറാമത്തുണ്ടായിരുന്നു ബഹുമാനപ്പെട്ടവർക്ക്. ബഹുമാനപ്പെട്ട തേനേൽ പാപ്പ എന്തെങ്കിലും ഒരു വാക്ക് പറയുകയാണെങ്കിൽ ആ വാക്ക് മലയാളത്തിൽ തന്നെ പറയാം, പക്ഷെ ആ ജന്തുവിന് അത് മനസ്സിലാകും. അത് ഒരു കറാമത്താണ്. അങ്ങനെ കുറെ ഔലിയാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്.
നമ്മളെ നാട്ടിൽ കഴിഞ്ഞു പോയ കുരിയാട് തേനേലി പാപ്പ ജന്തുക്കൾക്ക് അവരുടെ സംസാരം മനസ്സിലായി. ഏത് ഭാഷ? മലയാള ഭാഷ. ഭാഷാച്ചിട്ടല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടോ? അള്ളാഹു കൽബിലൊരു സംഗതി മനസ്സിലാക്കി തരല്ലേ, അത് ഭാഷ ഇല്ലാതെ മനസ്സിലാക്കിക്കൂടാ. പിന്നത്തെ ഭാഷ അതൊരു ഒരു ഉടായ്പ് മാത്രമാണ്, തമാശ മാത്രമാണ്. ഭാഷ എന്തത്തെ ഭാഷ? ഇന്നത്തെ ഭാഷ കൊണ്ട് ഇന്നത്തെ മനസ്സിലാകാൻ ഭാഷ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, മനസ്സിലാവില്ല. എന്നാ പിന്നെ എങ്ങനെ മനസ്സിലാകുക? മനസ്സിലേക്ക് എത്ര വിഷയങ്ങൾ വരുന്നുണ്ട്, ഭാഷയില്ല. ഭാഷയില്ലാത്ത എത്ര വിഷയങ്ങളുണ്ട് സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ വിഷയങ്ങൾക്ക് ഭാഷയുണ്ടോ? ഇതിന് ഭാഷയുണ്ടോ? ഇതിന് ഭാഷയില്ലല്ലോ. ഇതിന് മലയാളത്തിൽ പറയും മൈക്ക്, അല്ല ഇംഗ്ലീഷിൽ പറയും മൈക്ക് എന്ന്. ഇതിന് മറ്റു മലയാളം എന്താ അറിയല്? മലയാളം ആർക്കെങ്കിലും അതിനെ അറിയും? അല്ലെങ്കിൽ മലയാളം നിശ്ചല്ലോ. ഏതായാലും മൈക്കാർ ഇംഗ്ലീഷില, ഇംഗ്ലീഷ് ഭാഷയാണ്. ഇതിനാണ് ഭാഷ. ഇത് നിങ്ങളെ മനസ്സിലില്ലേ? അതിന് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അറിയാം. അറബി പറയുകയാണെങ്കിൽ മുക്കബ്ബിർ സൗത്ത് എന്ന് പറയും. ഇംഗ്ലീഷ് പറയുകയാണെങ്കിലോ മൈക്ക് എന്ന് പറയും. അപ്പൊ മൈക്ക്, മുക്കബ്ബിർ സൗത്ത്, ഏതാ ഈ സാധനം? ഏതാത്? രണ്ടുമല്ല, ഇതാണ്. അതിന് മലയാളത്തില് അല്ല ഇംഗ്ലീഷുകാർ എന്ത് പറയും? മൈക്ക് എന്ന് പറയും. അല്ലാത്തവര് മുക്കബ്ബിർ സൗത്ത് എന്ന് പറയും. ഹിന്ദിക്കാരനുസരിച്ച് പറയും. ഓരോ ഭാഷക്കാർ പറയുമ്പോൾ സാധനത്തിന് ഭാഷയില്ല. ഒരു സാധനത്തിനും ഭാഷയില്ല. അതല്ലേ നമ്മളൊരു വിഷയം പഠിച്ചു വെച്ചാൽ നമുക്കറിയും. നമുക്ക് 40 ഭാഷ അറിയാമെങ്കിൽ 40 ഭാഷയിൽ അത് പറയാം. അപ്പൊ അതിന് ഭാഷയില്ല. അത് ഇംഗ്ലീഷിലാണെങ്കിൽ അതെങ്ങനെ പിന്നെ മലയാളത്തിൽ പറയാം? ഇംഗ്ലീഷിൽ ആ സാധനം എങ്ങനെ മലയാളത്തിൽ പറയാം? അപ്പൊ അതിന് ഇംഗ്ലീഷില്ല, മലയാളമുള്ള ഒന്നുമില്ല. ഇതിങ്ങനെ വെച്ചാല്, ഇതിങ്ങനെ കണ്ടാല് ഇതിന് ഭാഷ ഉണ്ടോ? ഇല്ല. ഇതിന് മലയാളത്തിൽ പറയും കൈ. ഇംഗ്ലീഷ് എന്താ അറിയില്ലേ? ആൻഡ് അല്ലേ? ഹിന്ദിയിൽ എന്താ പറയല്? ഹാത്ത് അല്ലേ? അതെ. അറബി പറയത്. അപ്പൊ ഇതിന് ഭാഷയില്ല. ഏത് ഭാഷയിൽ അറിയുന്ന ഭാഷയിലൊക്കെ ഇതിനെ അവതരിപ്പിക്കാം. അപ്പൊ ഇതിന് ഭാഷയില്ല. ഒരു വിഷയത്തിനും ഭാഷയില്ല. ഒന്നിനും ഭാഷയില്ല. നീ പറഞ്ഞേ അള്ളാന്റെ കലാമിന് ഭാഷയില്ല എന്ന് പറയുമ്പോൾ തൊള്ളിക്കൊക്കണം. ഓ അള്ളാന്റെ കലാമിന് ഭാഷയില്ല, നമ്മളെ കലാമിന് തന്നെ ഭാഷയില്ലപ്പാ കണ്ടഞ്ഞ. അള്ളാന്റെ കലാമിന് ഭാഷയില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ കലാമിന് ഭാഷയില്ല, നമ്മളെ കലാമിനോ ഭാഷയില്ല. ഭാഷ കൊണ്ടാണ് അവതരിപ്പിക്കാറുള്ളത്. അത് തൊള്ളയില ഭാഷ, മനസ്സിലല്ല. എന്തിനെ പറഞ്ഞ് തേനൽ പാപ്പാന്റെ മലയാളം എല്ലാ ജന്തുക്കൾക്കും മനസ്സിലാവുമായിരുന്നു. ഒരു ഇടക്ക് മീൻ പിടിച്ചാൻ വേണ്ടി പോകും തേനൽ പാപ്പ അവിടെ. പിന്നെ അവിടെ തോട്ടില് തേനൽ പാപ്പ വലിയ മഹാനല്ലേനോ. ആ തോട്ടിൽ മീൻ പിടിച്ചാൻ പോയിട്ട് വല ഇങ്ങനെ പിടിച്ചിട്ട് പറയും, മീനാളെ തേനു എല്ലാരും വിളിച്ചല് പാപ്പാനെ. തേനു വലയിടാൻ വന്നിക്കാണ്. നിങ്ങളെ ഞാൻ എല്ലാരും പിടിച്ചോണ്ട് മുറിച്ചുകാണ്ട് ഞാൻ തിന്നും, പൊരിച്ചും കറി വെക്കും, നിങ്ങളെ ജീവൻ പോവും. അതുകൊണ്ട് പേടിയുള്ളവരൊക്കെ മണ്ടിക്കാളി, എല്ലാരും മണ്ടിക്കാളി. ഒഴിവുള്ളവര് തേനൂന് തിന്നാൻ തയ്യാറുള്ളവര് മാത്രം അവിടെ നിന്നോളിന്ന് കുറെ വട്ടം വിളിച്ചു പറയും. എന്നിട്ട് വലടും. അതിന്റെ വെട്ട് പിടിച്ചിനെ അതിന്റെ വെട്ട് വെട്ടീനെ വെട്ടുള്ളൂ. കൂടുതൽ കുടുങ്ങൂല. കുറഞ്ഞ് ചില ജന്തുക്കളുണ്ട് എന്നെ സാലിഹ്യങ്ങൾ തിന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ജന്തുക്കളുണ്ട്. സാലിഹ്യങ്ങൾ എന്നെ ഭക്ഷിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ജന്തുക്കളുണ്ട്. എത്രയോ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗഇദത്തിൽ അത് കാണാം. ഒട്ടകത്തിന് അറുക്കാൻ വന്നപ്പോ ഒട്ടകങ്ങൾ തിരക്ക് കൂടി. ഒട്ടകങ്ങൾ അറുക്കണം കുറച്ച് പണിയുണ്ട്. കണ്ടവരുണ്ടാവും ഗൾഫ് നാടുകളിലൊക്കെ. കുത്തി അറുക്കലും കെടുത്തി അറുക്കലും എങ്ങനെ അറുക്കലായാലും കുറച്ച് പണിയുണ്ട്. ആ ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ തിരക്ക് കൂടുന്നു. എന്നെ അറുക്കണം എന്നുള്ളതിലേക്ക് മുന്നിൽ ഇങ്ങനെ വരിക. ആരും പിടിച്ചു കൊടുക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണ്. എന്നെ നബി തങ്ങൾ ഭക്ഷിച്ചിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം, തങ്ങളുടെ ഒരു ജുസ് ആകാനുള്ള താല്പര്യം, അതിലൊക്കെ വലിയ സിറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എത്രയോ മഹാന്മാരെ ചരിത്രത്തിലും കാണാം. അതൊക്കെ അങ്ങനെ ഒരു ജന്തുവിന്റെ സമ്മതമില്ലാതെ തിന്നൂലേനു തേനൽ പാപ്പൊന്നും.
പക്ഷെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ട്, ഒരു ജന്തുവിനോട് സംസാരിക്കാൻ നമുക്കറിയില്ല. അബ്ദുള്ളോലേര് പറഞ്ഞിരിക്കണ എന്നോട് എന്നെ സ്വർഗത്തേക്ക് കൊണ്ടുപോകാണ്, എന്നോട് ഇടങ്ങറാക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. കാളയോട് പറയാൻ വേണ്ടി എട്ടിക്കുളം അബ്ദുൽ അസീദുൽ ഖാദിരി, കൊട്ടിക്കുളം അബ്ദുൽ അസീദുൽ ഖാദിരിയുടെ ഉപ്പ അബ്ദുള്ള മുസ്ലിയാർ, അവരെ കാലത്ത് ഉളുഹിയത്തെറുക്കാൻ വേണ്ടി വന്ന കാള, 2 കയറിട്ടിടല്ലേ കാളനെ നിർത്തുക. ആ നിർത്തിയ കാള ഇത് അറുക്കാനാണെന്ന് കണ്ടപ്പോ ചാടി മൂക്കൊക്കെ പൊട്ടി മുറിയായി രക്തം പോന്ന് കൊല്ലാൻ വേണ്ടി നിൽക്ക ആളുകളെ. അബ്ദുള്ളോലേരോട് ചെന്നിട്ട് അർക്കുന്ന മൊല്ലാക്ക പറഞ്ഞ് കാളക്കൊമ്പൻ അവര് പറയാ, ഇത് അനുഭവിച്ച 12ഓളം ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഇതിനോട് പറഞ്ഞ സാദ് പറഞ്ഞു. സാദ് കൊട്ടിക്കുളം അബ്ദുൽ അസീൽ ഖാദിരിയുടെ ബന്ധുവാണ്, പെങ്ങളെ മക്കളെ ഒറ്റപ്പെട്ടതാണ്. ഓൻ എൻ്റെ ഒരു തോതീനു, ഓൻ പറഞ്ഞതാ എന്നോട്. എന്താ എന്നിട്ട് കാളക്കൊമ്പന് എന്നാ അവര് പറയാ, കാളക്കൊമ്പൻ അറുക്കാൻ സമ്മതിക്കണില്ല, ചാടി പ്രശ്നമാക്കാണ്, അടുത്ത് കടക്കാൻ സമ്മതിക്കുന്നില്ല. കാല് കെട്ടാൻ സമ്മതിക്കണ്ടേ, കാലിന്റെ അടുത്ത് കടക്കുമ്പോത്തിന് ഇവന് തെറിപ്പിക്കണ അവസ്ഥയിലേക്ക് എത്തുകയാണ്. വലിയ കാളയാണ്. അപ്പൊ എന്തേ പറഞ്ഞത്, അബ്ദുള്ളോലേര് പറഞ്ഞെന്താന്നറിയോ, കുറച്ച് ദൂരെ നിന്നിട്ട് ഉറക്ക വിളിച്ചു പറഞ്ഞേ, അബ്ദുള്ളോലേര് പറഞ്ഞിക്കണ് മലയാളത്തിലെ, അന്നോട് അന്നെ നല്ല സ്ഥലത്തേക്ക് കൊണ്ടുപോകാണ്, നീ ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞിക്കണ് എന്ന് പറയാൻ. സാദ് പറഞ്ഞത് അത് കണ്ട ആളുകൾ ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴുണ്ട് നിന്നോട് പറഞ്ഞിട്ട് 10 കൊല്ലായി, കണ്ട ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോ വല്ലാക്ക ദൂരെ നിന്നിട്ട് പറഞ്ഞു, അബ്ദുള്ളോലേര് പറഞ്ഞിക്കണ് അന്നെ നല്ലോടത്ത് കൊണ്ടുപോവാണ്, അതുകൊണ്ട് നീ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ആളങ്ങ് കിടന്നു, നിലത്തങ്ങ് കടന്ന് കാല് നീട്ടി വെച്ച് അങ്ങ് കിടന്നു. കാലവര് കെട്ടി, അങ്ങനെയാണ് അറുത്തത്. അങ്ങനെ ഭാഷ തിരിയുന്നവരുണ്ട്. എല്ലാവരും ഒരുപോലല്ല. നമ്മളൊക്കെ നമ്മളൊക്കെ അള്ളാഹിന് മുമ്പിൽ ഒന്നുമല്ല. അള്ളാഹുലേക്ക് മടങ്ങുക സഹോദരന്മാരെ. ഈ റമദാൻ 10 ദിവസമാണ് ഇനി ഉണ്ടെങ്കിൽ ബാക്കിയുള്ളത്. അതിലുള്ള ആദ്യത്തെ ഏറ്റവും ഗൗരവമുള്ള രാത്രിയാണ് ഈ രാത്രി. ഈ രാത്രിയിൽ കുറച്ചൊക്കെ അൽഹംദുലില്ലാ തറാവി നമ്മൾ നിസ്കരിച്ചു, ഇശാ ജമാഅത്തായി നിസ്കരിച്ചു, അതിൻ്റെ അടിയിൽ സ്വലാത്തുകൾ ചൊല്ലി, ഷഹാദത്തുകൾ ചൊല്ലി, ദുആകൾ ചെയ്തു. അള്ളാഹു അതൊക്കെ കബൂൽ ചെയ്യട്ടെ. അതൊക്കെ കബൂൽ ചെയ്താൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് കബൂൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ദുആർക്കുക. അതേപോലെ രാത്രികളിലൊക്കെ കുറച്ചൊക്കെ ഒരു 10 ഒക്കെ ഇരുന്നിട്ട് കുറച്ച് ഷഹാദത്തും അല്ലാഹു ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നൊക്കെ ചൊല്ലി ഇരിക്കുക. അള്ളാഹുവിനോട് അടുക്കാൻ നോക്കുക. സ്വാലിഹീങ്ങളുടെ ജീവിതത്തിൽ നമുക്കില്ലെങ്കിലും അവരോടൊത്ത കോലത്തിലെങ്കിലും അവരോടൊക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഈ റമദാൻ ഷരീഫ് അങ്ങ് പോയി, അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുമോ നമുക്കറിയില്ല. കഴിഞ്ഞ റമദാനിൽ കൂടെയുള്ള പലരും ചെറുപ്പക്കാരടക്കം നമ്മളെ കൂടെയില്ല. അതിൽ നമ്മൾ എണ്ണപ്പെട്ടിരിക്കുന്നു. ഫി അയ്യാമിൻ ലഅല്ല മിസ്ലഹാ ലാ തഊദ് ഇല്ലാ വഅൻത റുഫാത്ത്. ബഹുമാനപ്പെട്ട ഇബ്നു ബാത്തത്തുൽ മിസ്രി ഇന്ന് പറഞ്ഞു ഖുതുബയിൽ, ഫി അയ്യാമിൻ, ഈ നിലകൊള്ളുന്ന ദിവസങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയുമോ? ലഅല്ല മിസ്ലഹാ ലാ യഊദ്, അതിന്റെ തുല്യമായ റമദാൻ വരികയില്ല. ഇല്ലാ വഅൻത റുഫാത്ത്, നീ അന്ന് പൊടിയും പൊട്ടുമായിരിക്കും, കബറിലായിരിക്കും. കഴിഞ്ഞ കൊല്ലം ഞാൻ ഈ വാള് പറയുമ്പോ ബഹുമാനപ്പെട്ട നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇസ്മായിൽ ഹാജി ഇവിടെ ഉണ്ടായിരുന്നു. ആ ഇസ്മായിൽ ഹാജി ഇന്നുള്ള ദിവസങ്ങളിൽ കബറിലാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. നാളെയാണോ മറ്റന്നാളാണോ എണ്ണിയിരിക്കുന്ന നമ്മുടെ അവസ്ഥ എന്നായിരിക്കും നമ്മളെ അല്ലാഹു തആല വിളിക്കുക. പ്രായം അതിന് തടസ്സമല്ല. ചെറുപ്രായം വലിയ പ്രായം കിട്ടിയ വേവുന്ന പെരക്ക് ഊരുന്ന കഴുക്കോല് ലാഭം എന്ന ആ ഒരു തത്വത്തിൽ നമ്മുടെ ആയുസ് ഇനി ബാക്കിയുള്ളതിൽ നിന്ന് കുറച്ചെങ്കിലും ആഖിറത്തിലേക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കണം. അതിന് പറ്റിയ രാത്രികൾ മറക്കരുത്. ഉമ്മമാർക്ക് തീരെ ബോധമില്ലാതായിട്ടുണ്ട്. അവർക്ക് ഇപ്പൊ പെരുന്നാളിൻ്റെതാണ്. പെരുന്നാൾ വരണ്ടെന്ന് പറയില്ല. പെരുന്നാൾ എല്ലാമാണ് മനസ്സിലുള്ളത്. നമ്മളെ ഏറ്റവും വലിയ പെരുന്നാൾ അള്ളാഹുവിന്റെ ഇബാദത്താണ്. അതിനായിട്ട് ജീവിക്കലാണ്. മഹാന്മാരായ ഔലിയാക്കളൊക്കെ അങ്ങനെയാണ്. റമദാൻ ഷരീഫ് കഴിയുമ്പോൾ അവർക്ക് സങ്കടമാണ്. പലർക്കും റമദാൻ ഷരീഫ് കഴിയുന്നതിൽ സന്തോഷമാണ്. അവന്റെ ഹൃദയത്തിന്റെ അടിത്തട്ട് നിഫാഖും കാപ്പട്യവും കുഫറുമാണ്. അല്ലെങ്കിൽ അങ്ങനെ വരൂല.
ഒരു ദിവസം കഴിയുമ്പോൾ ബേജാറ് കുടുങ്ങാന്നല്ലാതെ കണ്ട്, വെപ്രാളാകാന്നല്ലാതെ കണ്ട് ആർക്കെങ്കിലും സന്തോഷം വരുന്നുണ്ടോ? അവൻ മുസ്ലിമല്ല, അവൻ അമുസ്ലിമാണ്. മുസ്ലിം വേഷത്തിലുള്ള നടക്കുന്ന ഒരു അമുസ്ലിം മാത്രമാണ്. അള്ളാഹുലേക്ക് മടങ്ങുക, മൂമിനാവുക, മുസ്ലിമാവുക. എനിക്ക് മരിക്കണം, എൻ്റെ ആഖിറം എന്തായിരിക്കും എന്നുള്ള ചിന്തയിലേക്ക് കടക്കുക. ഫോട്ടോവും അതും ഇതും ചിത്രങ്ങളും കണ്ട് ജീവിതം തള്ളി നീക്കുകയാണ് രാത്രികളും പകലുകളും. അല്ലെങ്കിൽ സമാധാനമില്ല. ഖുർആൻ എടുത്തു വെച്ചാ മടി, ദിക്ർ എടുത്തു വെച്ചാ മടി, ഫോട്ടം കണ്ടാലോ മടിയോ. അല്ലോ എത്ര മണിക്കൂർ പോയാലും തർക്കടില്ല. ഇതാണ് പിശാച് കൽബിൽ കുടിയിരുന്നതായിരിക്കുന്ന ഹൃദയത്തിന്റെ സ്വഭാവം. അല്ലാഹു തആല നമ്മളെ നന്നാക്കി തെരുമാറാകട്ടെ. നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങണം. ഇവിടെ 11 നിസ്കരിക്കല്. പക്ഷെ എത്ര ആളുകൾ സലാം മുട്ടിയപ്പോൾ പോയി. നമ്മൾ അവരെ കുറ്റപ്പെടുത്തല്ല, ഓരെ കൊണ്ടായിരിക്കും ഒരു പക്ഷെ അള്ളാഹു നമ്മളെ സ്വീകരിക്കുന്നത്. അതിൽ നല്ലവരുണ്ടാകും, പ്രത്യേക ആവശ്യമുള്ളവരുണ്ടാവും. ആരാണ് ഈ പോയത് കുറ്റം പറയാനൊന്നും വേണ്ട. നമ്മളാരും ഉള്ളവരോട് പറയാണ്. ഇത്ര ആൾക്കാർ പോയത് ലാഭമില്ലല്ലോ. ഏതായാലും എന്തെങ്കിലും ആവശ്യത്തിന് പോയി എന്നല്ലേ ഉള്ളൂ, ലാഭമില്ലല്ലോ. 11 റക്അത്ത് വിത്റാണ് അധിക പള്ളികളിൽ ഇപ്പോൾ അവസാനത്തെ 10-ലുള്ളത്. ഇത് നമ്മൾ പിന്നെ ഒരു കൂട്ടര് പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായതുകൊണ്ട് അവർക്ക് ശല്യമാകണ്ട എന്നുള്ള കോല തീരുമ പിടിച്ചു കെട്ടണ്ട എന്നുള്ള അല്ലെങ്കിൽ ഇത്ര അവർ തറാവീനു വരാതിരിക്കും ചില ആൾക്കാർ. അങ്ങനെ ഉണ്ടാവും. അങ്ങനത്തെ മനുഷ്യന്മാർക്ക് 3 റക്അത്ത് കരിച്ചിട്ട് നീ ദയവ് ഇത് പൊയ്ക്കോ എന്ന് ഒരു സ്വഭാവമുള്ള ഒരു പള്ളിയാണ് ഈ പള്ളി. അതുകൊണ്ട് ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ്. 11 റക്അത്ത് 27 അന്നേ നിസ്കരിക്കലുള്ളൂ. 11 റക്അത്ത് എന്നും നിസ്കരിക്കുന്നുണ്ട്. ആർക്ക് വേണം? ആവശ്യമുള്ളവരുണ്ട് ഈ കൂട്ടത്തിൽ, കുറേ ഉണ്ട്. പോയവരിലുണ്ടാവും ചിലപ്പോൾ ബാത്റൂമിൽ പോകാനോ വിശന്നിട്ടോ അല്ലെങ്കിൽ എവിടെങ്കിലും പോകാനൊക്കെ ആയിരിക്കും. നമുക്കൊന്നും അറിയില്ല. ആരെ പറ്റി ആരെയും അളക്കാൻ നിൽക്കണ്ട, ആരെയും താഴ്ത്താൻ നിൽക്കണ്ട, ആരെയും എത്രയും പൊക്കിക്കോ, അതുകൊണ്ട് തകരാറില്ല. താഴ്ത്താൻ നിൽക്കണ്ട. അയാൾ മോശമാണ്, അയാൾക്ക് ഇബാദത്ത് കുറവാണ്, അങ്ങനൊന്നും പറയണ്ട. ആരുടെ അരികിലാണ് ഇബാദത്തിന്റെ പവർ? ഇതിന് വെയിറ്റുള്ള ഇബാദത്ത് ഏതാണ് നമുക്കറിയില്ല. കുറേ വണ്ണം പിടിച്ച കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ എന്താണ് വൈക്കോലിന്റെ വണ്ടി പോണാണ് റോട്ടുമ്മ. നിയമത്തിനെതിരാണെങ്കിലും റോഡ് മുഴുവൻ അറിഞ്ഞിട്ടാ പോകല്. എന്തൊരു സാധനമാണ്. ഒരു മല പോണമായിരിക്കും പോണാണ് റോട്ടുമ്മ കൂടിയൊക്കെ. അവൻ പാതിരക്ക് പോകാൻ പാടുള്ളൂ. പറ്റാത്ത വിഷയം തന്നെ ചെയ്യുകയാണെങ്കിൽ പാതിരക്കേ ചെയ്യാൻ പാടുള്ളൂ എന്നാ. അങ്ങനെ പോണാണ്. അങ്ങനെ പോണ ആ വൈക്കോൽ ഒന്നായിട്ട് കൊടുത്താലും ഇത്ര പോകുന്ന സ്വർണ്ണ കഷ്ണം കിട്ടാൻ പ്രയാസമാണ്. ഇത്രയേ ഉള്ളൂ അത്. അപ്പൊ ക്വാളിറ്റിയാണ് വേണ്ടത്, ക്വാണ്ടിറ്റി അല്ല. വലിയ സ്ഥാനമുള്ളതാണ്, പവറുള്ളതാണ് വേണ്ടത്. ചെയ്യുന്നത് അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിലാകുക. ഈ ഒരു രൂപത്തിലായിക്കൊണ്ട് ചെയ്യാം. ആർക്കെങ്കിലും വേണ്ടി ഒന്നും ചെയ്യരുത്, ഒരാൾക്ക് വേണ്ടി ഒന്നും ചെയ്യരുത്. അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ചെയ്യുക. സഹാബത്ത് മുഴുവൻ ഒരഭിപ്രായം, ഒരു സ്വഹാബി മാത്രം തിരിച്ചഭിപ്രായം. എങ്ങനെ ഉണ്ടാവും? 1,24,000 സ്വഹാബത്ത് മുഴുവൻ ഒരഭിപ്രായം. എന്താ? പൊതുഖജനാവ് പാടില്ല, ഹറാമാണ്. പൊതുഖജനാവ് പാടില്ല, ഹറാമാണ്. ഹറാമില്ലാതെ നിർബന്ധമാണ്. സ്വഹാബത്ത് മുഴുവൻ അഭിപ്രായം ഹറാമാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ആരായിരുന്നു? മഹാനവർകൾ. സത്യം മനസ്സിലായപ്പോൾ ഒറ്റക്ക് നിന്നു. അതിനുള്ള വിഷമങ്ങൾ മുഴുവനും സഹിക്കേണ്ടി വന്നു. തബൂക്ക് യുദ്ധത്തിന്റെ ചരിത്രത്തിൽ കാണാം. തബൂക്ക് യുദ്ധം തന്നെ കണ്ണീരാൽ കൈകഴുകുന്ന യുദ്ധമാണ്. അത് വായിച്ചാൽ അതിന്റെ ലാസ്റ്റ് ഭാഗങ്ങളിൽ കാണാം. തബൂക്കിൽ വന്ന് സ്വഹാബത്തും നബിയും തബൂക്കിലെത്തിയപ്പോൾ ഒരാളങ്ങനെ വരുന്നുണ്ട് ഒറ്റക്ക്, കൂട്ടത്തിൽ വന്നിട്ടില്ല. അതിലൊരു ഏകദേശം ഒരു 4-5 ആളെ പറ്റി തങ്ങൾ പറഞ്ഞത് കാണുന്നു. കുൻ അബാദർ, കുൻ ഫുലാൻ, കുൻ ഫുലാൻ. ദൂരെ നിന്നുള്ള ഒരു കാഴ്ച ശക്തി. അല്ലാ, എന്തൊരു കഴിവാണ്! സ്വഹാബത്ത് ആശ്ചര്യപ്പെടും. അത് അബൂദറാണ്. എവിടുന്നാ കാണുന്നത്? ആ ലോകത്തുനിന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു രൂപം ഇങ്ങനെ കാണുക. അപ്പൊ റസൂലുള്ള പറയാണ് കുൻ കുൻ അബാദർ. അത് അബൂദറാണ്. അടുത്തെത്തിയപ്പോ സഹാബത്ത് നബി അബൂദർ തന്നെയാണ്.
എത്ര സഹാബികൾ, ഞാൻ തബൂക്ക് ചരിത്രം പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് എനിക്ക് 5ഓളം ആളുകളെ സംബന്ധിച്ച് കുൻഫുലാൻ എന്ന് പറഞ്ഞ് കാണാൻ കഴിഞ്ഞു. ഒന്നുക്കല്ലേ ആ കണ്ണിന്റെ കാഴ്ച, അല്ലെങ്കിൽ അവിടുത്തെ മോചിതത്ത്, രണ്ടായാലും ആശ്ചര്യം തന്നെ. കാർത്തിക നക്ഷത്രമാണ് നക്ഷത്രങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മുകളിലുള്ള നക്ഷത്രം കാർത്തിക. 12 നക്ഷത്രങ്ങളാണ് കാർത്തികയിൽ വായിച്ചെടുക്കുന്നത്. ഈ കാർത്തിക നക്ഷത്രം സുറയ്യ എന്ന് പറയും. ആ നക്ഷത്രത്തിന്റെ വിശദം അറിയണ വിശദം പറയാൻ അറിയില്ല. ആ കാർത്തിക നക്ഷത്രത്തിൽ റസൂലുള്ളാഹി തങ്ങൾ അതിലേറെ നക്ഷത്രങ്ങൾ ഉണ്ടെന്ന് പറയുമായിരുന്നു. ആധുനിക ശാസ്ത്രം അതിലേക്ക് എത്തിപ്പെടുകയാണ്. പിന്നെ അവർ ദൂരദർശിനികളെല്ലാം വളരെ ദൂരമുള്ളത് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ നക്ഷത്രങ്ങൾ കൂടി. അന്ന് തന്നെ റസൂലുള്ളാഹി പറയുമായിരുന്നു എന്ന് ശമായിൽ തുർമുദി നോക്കിയാൽ കാണാവുന്നതാണ്. എന്തൊരു കാഴ്ചയാണോ, എന്തൊരു കാഴ്ചയാണ്! കാഴ്ചയും എല്ലാ വിഷയത്തിലും ഇനി ഒന്നും കുറവില്ല. ആ രൂപത്തിലാണ് നബിയുനാ റസൂലുള്ളാഹി. ഒരു കുറവ് നബി തങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അവന്റെ ഏറ്റവും വലിയ കുറവും നഷ്ടവുമാണത്. അപ്പോ അബാദർ ആ വരുന്നത് അബൂദറാണ്. റഹിമല്ലാഹു അബാദർ, റഹിമല്ലാഹു അബാദർ. അടുത്തിങ്ങനെ എത്തി വരുമ്പോ സഹാബത്ത് പറഞ്ഞു, നബി അബൂദർ തന്നെയാണത്. റഹിമല്ലാഹു അബൂദർ യംശി വഹദാനാ യംശി വഹദാനാ യഈശു വഹദാനാ യശ്റു വഹദാനാ. ഒറ്റക്കാണ് അവൻ വരിക. അവൻ ആളുകളോട് ചങ്ങാത്തത്തിനൊന്നും കഴിവില്ല. അവന്റെ മനസ്സിന്, അല്ലാഹു നിറഞ്ഞ മനസ്സിന് ആരോട് സംസാരിക്കാനാ. ഒരു മജ്ദൂബായ വലിയനെ കാണാൻ വേണ്ടി ഞാൻ പോയി. ഞാൻ ചെന്നപ്പോ അദ്ദേഹം ഇങ്ങനെ പൊതച്ചിരിക്കുകയാണ്. ഞാൻ ദൂരെ നിന്ന് പേടിച്ച് നിന്ന് ഇങ്ങനെ ആക്കുക, പൊയ്ക്കോ 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 എന്ന് പറയുന്ന പോലുമില്ല. ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. അള്ളാഹുവേ, നീ ചിലരെ തിരഞ്ഞെടുക്കുന്നു. നമുക്കെന്ത് പറയാൻ? അള്ളാഹുവിന്റെ തീരുമാനം. നമുക്കൊന്നുമില്ല. അള്ളാഹുവിന്റെ ഖലാഇൽ തൃപ്തിപ്പെടുക എന്നല്ലാതെ ചിലരെ അള്ളാഹു വലിയാക്കി, ചിലരെ അള്ളാഹു സ്വീകരിച്ചു. പക്ഷേ അള്ളാഹു തള്ളാതിരുന്നാൽ മതിയായിരുന്നേനെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അബൂദർ ഒറ്റക്ക് ആണ് വരിക. അബൂദർ യംശി വഹദാനാ, ഒറ്റക്കാണ്. തബൂക്ക് എത്ര ദൂരമാണ് മദീനയിൽ നിന്ന്, അവിടേക്ക് ഒറ്റക്ക് യാത്ര ചെയ്ത് വന്നിക്ക. ഒറ്റക്ക് ഒന്നുണ്ടാക്കാൻ പ്രയാസം ഉണ്ടാവും, നിസ്കരിക്കാൻ പ്രയാസം ഉണ്ടാവും. കൂട്ടത്തിലാവുമ്പോൾ കുറേ ആനുകൂല്യങ്ങൾ കിട്ടൂലേ, അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആരുടെയും മാനസിക ബന്ധമില്ല. അല്ലാഹു റസൂല്, അല്ലാഹു റസൂല്. ഈ ഒരു ജീവിതം യംശി വഹദാനാ യഈശു വഹദാനാ, ഒറ്റക്കായിക്കൊണ്ടാണ് ജീവിക്കുക അബൂദർ. യശ്റു വഹദാനാ, ഒറ്റക്കാണ് ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് വരിക. റബുദത്തി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യേക നിർബന്ധമായ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് കുറെ അകലെയുള്ള ഒരു നാടാണ്. പഴയ കണക്കിന് 3 മൈലിലപ്പുറമുള്ള ഒരു നാടാണ് റബുദ എന്ന് പറയുന്ന നാട്. കൂഫയിലേക്കുള്ള വഴിയും മദീനയിലേക്കുള്ള വഴിയൊക്കെ അതിലൂടെയാണുള്ളത്. റബുദയിലേക്ക് ജീവിതം മാറ്റേണ്ടി വന്നു മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. എന്നാ അത് പറയുന്നത്? തബൂക്ക് യുദ്ധം നടക്കുന്നത് എപ്പോഴാണ്? ഹിജറ 9-ാം വർഷമാണ് നടക്കുന്നത്. കാലങ്ങൾ കഴിഞ്ഞു. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഭരണം വന്നു. സിദ്ദീഖ് തങ്ങൾ 2.5 കൊല്ലം ഭരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഭരിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരിച്ചു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭരണകാലത്താണ് റബുദയിലേക്ക് താമസം മാറേണ്ടി വന്നത്. വലിയ ചരിത്രമാണ് ആ താമസമാറ്റമെല്ലാം. അത് നമുക്ക് പറയാൻ കിട്ടൂല, അറിയില്ല എന്നല്ല, പറയാൻ കഴിയില്ല. അങ്ങനെ അവിടെ പോയി താമസിച്ചു. അവിടെ പോയി താമസിക്കുന്ന അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു രോഗശയ്യയിൽ കിടക്കുമ്പോ ഭാര്യ ചോദിച്ചു, എന്ത് ചെയ്യും നമ്മള്? നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ മരിച്ചാൽ എന്ത് ചെയ്യും? ആരുമില്ലാത്ത സ്ഥലത്ത് ഒറ്റക്ക് ജീവിക്കേണ്ടി വരും അബൂദർ. റസൂലുള്ളാഹി എന്ന് പറഞ്ഞ വാക്കാണത്. ഒറ്റക്ക് ജീവിക്കേണ്ടി വരും. അങ്ങനെ ഒറ്റക്ക് ജീവിക്കേണ്ടി, റബുദയിൽ ജീവിക്കേണ്ടി വന്ന അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു
മരിക്കാനാകുമ്പോ സ്വഹാബത്തല്ലേ എപ്പോ മരിക്കുന്നവരെ അറിയുന്നവരാണ് അധിക സ്വഹാബികളും. ഞാൻ ആ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. ചിലർ പറഞ്ഞില്ല എന്ന് മാത്രം. പറഞ്ഞവരുടെ കണക്ക് വളരെ കൂടുതലാണ്. പറഞ്ഞവരുടെ കണക്ക് 1 2 ഒന്നുമല്ല, 10 15 20 ഒന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ് കണക്ക് പറയാതെ പോയത്. ഇത്രയും അദബുള്ളൊരു ലഫ്ള് പറഞ്ഞൊരു നേതാവിനെ കാണാൻ കഴിയില്ല. ഇന്ന ദിവസം ഇന്ന ടൈമിൽ വഫാത്താകുമെന്ന് ഉറപ്പുണ്ടായിട്ടും അങ്ങനെ പറയാതെ അള്ളാഹു എനിക്ക് ഇഷ്ടം ചെയ്യാം എന്ന് വിശ്വാസം എല്ലാവർക്കും ഉള്ളതോടുകൂടെ ആ വിശ്വാസത്തെ തുറന്നു പറയുന്ന പ്രകൃതിപദത്തിലൂടെ എന്ന് പറഞ്ഞ നബീന റസൂലുള്ളാഹി തങ്ങൾ മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അവർ ചെറിയവരാണ്. റസൂലുള്ളാഹി അവരെ കണക്ക് വലിയവരാണ്. അല്ലാഹുവിന്റെ ജലാലിയത്ത് ജമാലിയത്ത് മുഴുവൻ അനുഭവിച്ചവരാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി റബുദയിലേക്ക് വന്നപ്പോ അവിടെ നിന്ന് മരിക്കുമ്പോ, ഞാൻ മരിച്ചാൽ നിങ്ങൾ ബേജാറാകണ്ട, ഭാര്യയോടും ഗുലാമിനോടും അഥവാ അടിമയോടും പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ മരിച്ചാൽ നിങ്ങൾ രാത്രിയിൽ ഇതിലൂടെ യാത്രക്കാര് കടന്നു പോകും, അവരെ മുമ്പിലേക്ക് എന്നെ വെച്ചു കൊടുക്കുക, അവരെന്നെ മറവ് ചെയ്തോളും, എന്നെ എന്തൊക്കെ ചെയ്യേണ്ട ചെയ്ത് മറവ് ചെയ്തോളും. അത് ഗൈബ് പറയുന്ന കറാമത്തിന്റെ വാക്കാണ് ആ പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അബൂദർ അള്ളാഹുവിന്റെ വലിയാണ്, അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അങ്ങനെ പറയുകയും അതോടുകൂടെ അബൂദർ ഗിഫാരി ലോകത്തോട് നല്ല വാക്കോടെ ഈ ലോകത്തോട് പിരിയുകയും ചെയ്തു. രാത്രിയായിക്കൊണ്ടിരിക്കുന്നു. ഭാര്യയും ഗുലാം അടിമയും കൂടെ മെല്ലെ മെല്ലെ പിടിച്ചു കൊണ്ടുപോകുന്ന എന്താ, അപ്പുറത്തുനിന്നൊരു സംഘം ആളുകൾ വരുന്നുണ്ട്. കൂഫയിലേക്ക് പോകുന്ന ഹജ്ജ് യാത്രക്കാരാണെന്നാണ് അവർക്ക് തോന്നിയത്. അങ്ങനെ തന്നെയായിരുന്നു സത്യം. അങ്ങനെ അവർ ആ വഴിയിലൂടെ പോകുമ്പോ അവിടെ വെച്ചു കൊടുത്താൽ മതി. കുറേ യാത്രക്കാർ ഇടക്കിടക്ക് മരുഭൂമിയിലൂടെ പോകുമല്ലോ. അതിൽപ്പെട്ടൊരു കുഞ്ഞൻ മരുഭൂമിയാണ് റബ്ദ എന്ന് പറയുന്നത്. അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഇവരിങ്ങ് മാറി നിന്നു. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ കാണാൻ പറ്റൂലല്ലോ. മാറി നിന്നിട്ട് ആ വലിയ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സ്വഹാബിയുണ്ട്. ആ സ്വഹാബിയുടെ മുമ്പിൽ നിന്ന് ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, ജനാദത്തു സ്വഹാബിയും മിന സ്വഹാബി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ ഒരാളുടെ ജനാസയാണ് ഈ കിടക്കുന്നത് കേട്ടോ എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് കൂഫയിലേക്ക് പോവുകയാണ്. ആ യാത്രക്ക് നേതൃത്വം കൊടുക്കുന്നത് അവരാണ്. ബഹുമാനപ്പെട്ടവർ ചാടി ഇറങ്ങി. ഏത് സ്വഹാബി നോക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ ശബ്ദമിടുകയാണ്, അട്ടഹാസിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്ക് എത്ര സത്യമാണ്. കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഒറ്റയ്ക്ക് ജീവിക്കും, ഒറ്റയ്ക്ക് നടക്കും, ഒറ്റയ്ക്ക് ജീവിക്കും, ഒറ്റയ്ക്കും കബറടക്കപ്പെടേണ്ടി വരും. എന്റെ അബൂദർ എന്ന് റസൂലുള്ളാഹി പറഞ്ഞ നബിയെ, നബി തങ്ങൾ എന്തൊരു സത്യവാനാണ് നബിയെ, തങ്ങൾ അന്ന് അത് പറഞ്ഞല്ലോ. അതുപോലെ സംഭവിച്ചിരിക്കുന്നു സഹാബത്തെ. അബൂദർ ആരാണെന്ന് ഞങ്ങൾക്കറിയുമോ എന്ന് പറഞ്ഞ് ആ സഹാബത്തിനെ മുഴുവനും ഒട്ടകപ്പുറത്ത് നിറക്കിയിട്ട് എല്ലാവരും കൂടെ ആദരവോടുകൂടെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് അവിടെ തന്നെ മറമാടി ഒറ്റക്കൊരു കബറിലാണ് അബൂദർ ഉള്ളത്. മഹ്ശറിലേക്ക് വരുമ്പോൾ ആദ്യമായി കബറിന്റെ പുറത്തേക്ക് വരുമ്പോൾ ഒറ്റക്കായിരിക്കും. ഖബർസ്ഥാനിലാണെങ്കിലോ കുറേ ആളുകളെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ കൂട്ടത്തിലെ ആവുമ്പോൾ കുറഞ്ഞ പേടി കുറവുണ്ടായിരിക്കും. പക്ഷേ പേടിക്കേണ്ട ആവശ്യം അബൂദറിനില്ല. അള്ളാഹു എന്നെ രക്ഷിക്കുമെന്ന ഒരേ വിശ്വാസത്തിലാണ് ജീവിച്ചത്. അബൂദറിന്റെ ചരിത്രം വായിച്ചാൽ മുഴുവൻ കണ്ണുനീരുകളുടെ ലോകമാണ്. അള്ളാഹു അവരൊക്കെ ബർക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കട്ടെ. അല്ലാഹു തആല അവരെ ബർക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കട്ടെ. അല്ലാഹു അവരെ ബർക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കട്ടെ. റമളാൻ ഷരീഫിന്റെ ഉത്തഖായിൽ അല്ലാഹു നമ്മളെയും മരിച്ചവരെയും പെടുത്തി തരുമാറാകട്ടെ. ഒറ്റ ദിവസവും വെറുതെ കളയരുത് സഹോദരങ്ങളെ. ഖുർആൻ ഖത്മ് ചെയ്യാത്തവർ ഖത്മാക്കാൻ പരിശ്രമിക്കണം. ഒരു ഖത്മെങ്കിലും നല്ലപോലെ ചെയ്യാൻ പരിശ്രമിക്കണം. ദിക്റുകൾ ചെല്ലണം. പോയി കഞ്ഞും കുടിച്ച് പെട്ടെന്ന് ഉറങ്ങരുത്. ഒരു 10 മിനിറ്റ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് കുറച്ചേട്ടം ചെല്ലുക. അല്ലാഹുമ്മ ഗ്ഫിർലി
ذنوبي اللهم ارحمني يا ارحم الراحمين اللهم انك عفو تحب العفو اللهم اعتقني من النار. എന്താ അങ്ങനൊന്ന് ചൊല്ലിയാക്കിയാൽ ഒരു വിഷമവുമില്ലല്ലോ. അല്പം ചൊല്ലി എന്നിട്ട് കിടക്കാം. നമുക്ക് രാത്രി മുഴുവൻ ഉറക്കൊഴിക്കണം എന്നൊന്നുമില്ല. ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അങ്ങനെ ഇല്ല എന്ന് ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചാലോ നന്നായും ചെയ്ത്. പക്ഷെ അതിന് നമ്മൾ ജമാഅത്ത് നഷ്ടത്തിലായി പോകരുത്. സുബൈൻ്റെ ജമാഅത്ത് നഷ്ടത്തിലായി റമദാനിലൊക്കെ ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ അതിനൊന്നും പരിഹാരമില്ല സഹോദരങ്ങളെ. പലർക്കും ആ വിഷയത്തിലേക്ക് ചിന്തയില്ല. പക്ഷേ ആ ചിന്ത വരുന്നൊരു ടൈമുണ്ട്. ആ ടൈമിൽ ഫലവുമില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.